ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ് ഗൈസ്. ഇന്ന് കുറച്ച് പ്രത്യേകതയുള്ള വ്ളോഗാണ്. എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങളുമല്ല ഗൈസ്, എനിക്ക് ലാസ്റ്റ് തന്നെ ഓർമ്മയില്ല ഒറ്റയ്ക്ക് ഞാൻ എപ്പോഴാണൊരു ട്രിപ്പിന് പോയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു സ്ഥലം കൊച്ചി വിട്ടിട്ട് എവിടെയെങ്കിലും പോയെന്നുള്ളത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാൾ സ്റ്റക്ക് സീനിലായിരുന്നു ലൈഫിൽ. സോ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ബ്രേക്കായിട്ട് ഞാൻ എടുക്കുകയാണ്. ബാംഗ്ലൂരിലോട്ടാണ് ഗൈസ് പോകുന്നത്. കുറേ നാളായി ബാംഗ്ലൂർ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ മാരീറ്റിൻ്റെ ഒരു ഷൂട്ടിന് ലാസ്റ്റ് ഇയർ എന്താണെന്ന് തോന്നുന്നു പോയത്. അതും പക്ഷെ ബാംഗ്ലൂർ കണ്ടില്ല. ഞാൻ ആ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം പെട്ടി പാക്ക് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലോട്ട് പോയി. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു ആ സമയം. ഇതിപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കാണാൻ വേണ്ടി ഒരു ട്രിപ്പ്. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ പോകുന്നത്, ലൈക്ക് ടു സീ ദ പ്ലേസ്. അല്ലാതെ എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. 7:30 ഫ്ലൈറ്റാണ്. പക്ഷേ ഞാൻ വെബ് ചെക്കിൻ ചെയ്തതിന് ശേഷവും 5 മണിക്ക് എത്തി. 2.5 മണിക്കൂർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ അതിന് വരുന്ന പോലെ. സോ ഉറക്കം സീനാണ്. പിന്നെ എൻ്റെ ഒരു മൈക്ക് കാണാനില്ല. കോപ്പ് എവിടെയാണെന്നോ, എൻ്റെ മൈക്കിൻ്റെ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഒരെണ്ണേ ഉള്ളൂ. അത് എവിടെയോ മിസ്പ്ലേസ് ചെയ്ത് വെച്ചതാണോ കളഞ്ഞതാണോ ഒരു പിടിയില്ല. ഈ മാഗ്നറ്റ് ആയതുകൊണ്ടേ. കഴിഞ്ഞാണെങ്കിൽ ലാസ്റ്റ് വ്ളോഗ് യാസറുമായിട്ട് ചെയ്തിട്ട് അവൻ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ എവിടെയെങ്കിലും എടുത്ത് മറന്ന് വെച്ചതാണോ അല്ല ജീൻസിൻ്റെ പോക്കറ്റിൽ വെച്ചതായിരുന്നോ ഒരു പിടിയില്ല. എന്നാലും ഗൈസ്, ഒറ്റ മൈക്കുമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. മിക്കവാറും തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ അരിച്ച് പറക്കാം വീട്ടിൽ. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇനിയിപ്പോൾ എത്ര മണിക്കൂറുണ്ട്? എനിക്ക് തോന്നുന്നു ഇനിയുണ്ട് ഒരു 1.5 മണിക്കൂർ. ഇവിടെ ഇരുന്ന് പോസ്റ്റായിട്ട് ഫ്ലൈറ്റ് വെച്ച് കാണാം ഗൈസ്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ വീണ്ടും വരാം. ബൈ. ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റിനകത്ത് കയറി അകത്തൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി പതുക്കെ സംസാരിക്കുന്നത്. സോ അടുത്തിനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ മനോഹരമായ റൺവേ കൂടി ടേക്ക് ഓഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ആഫ്റ്റർ സോ ലോങ് ടേക്ക് ഓഫ് ടു അനദർ സിറ്റി. Let's see how it goes. നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടിയിരിക്കുന്നത് പഹാടി ചിക്കൻ സാൻഡ്വിച്ച് കൊള്ളാമെന്നതാണ് ഗൈസ്. ഞാൻ ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് കിട്ടി, ടോപ്പിക്കാനേല കൊള്ളാം. വ്യൂ ഒക്കെ കണ്ട് സാൻഡ്വിച്ചും കഴിച്ചിരിക്കാൻ സുഖം ഗൈസ്. ഗൈസ്, അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ Airbnb 1 മണിക്കാണ് ചെക്കിൻ. ഞാനിവിടെ 9 മണിയായി ഇപ്പോൾ എത്തി. 9 തൊട്ട് ഇനി 3-4 മണിക്കൂർ എന്ത് ചെയ്യും എന്ന് നോ ഐഡിയ ഗൈസ്. സോ വൈറ്റ് ഫീൽഡിലാണ് എൻ്റെ Airbnb ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അതിനടുത്ത് എന്തെങ്കിലും വല്ല കഫേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇരിക്കും ഗൈസ്. സോ ദാറ്റ്സ് ദ പ്ലാൻ. ആദ്യം ഞാൻ ഊബർ പിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്നുള്ളത്. ഊബറിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഐ തിങ്ക് എയർപോർട്ടിൻ്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സൂപ്പർ. ഞാൻ പോയി ഊബറിനെ പിടിക്കട്ടെ. ഞാൻ സ്ലേ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പിലോട്ട് മാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചെക്കിൻ സമയം ആവണ വരെ ഞാൻ പോയി ഒരു കാപ്പി കുടിച്ചിട്ടിരിക്കാം ഗൈസ്. ടാറ്റ ഗൈസ്. നല്ല ഇവിടെ വേണം ഊബർ. അതുകൊണ്ട് ഞാൻ പോയി ഊബർ കണ്ടുപിടിച്ചിട്ട് വരാം. എല്ലാവരും കാറ് വേണോ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഗൈസ് ഊബർ. നമ്മുടെ കാർ എവിടെയാന്ന് നോക്കാം. കുറച്ചും കാറുകൾ. ഗൈസ് നമ്മൾ ടാക്സി കയറിയിരിക്കുകയാണ്. അണ്ണം പെട്ടിയകത്ത് വെച്ച് ബാക്കിൽ ഗ്യാസാണ്. നമ്മൾ ഊബറിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. Sir, Siddhapur Martali Road, sir. Siddhapur Martali Road. Not sure. That coffee shop, I know only that coffee shop. Just coming from Kerala. Yes, നമുക്ക് വഴി. Sir, Premier, sir. വഴിയൊന്നും ഇടാത്തത് പുള്ളി വിശ്വസിച്ച് നമ്മൾ പോവുകയാണ്. ലെറ്റ്സ് സീ. നമ്മൾ വൈറ്റ് ഫീൽഡിൽ ഒരു കോഫി ഷോപ്പിലോട്ട് പോവാണ്. സ്ലേ എന്ന് പറഞ്ഞിട്ട്. സോ പോയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു 2 മണിക്കൂർ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നേരെ എയർബിഎൻബിയിലോട്ട് പോവാം. ലെറ്റ്സ് സീ. പിന്നെ എയർപോർട്ട് രക്ഷയിലോട്ട് അടിപൊളി എയർപോർട്ട്. നൈസ്. സോ ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് ആദ്യം കോഫി കുടിക്കാം, പിന്നെ നമുക്ക് ബാക്കി പരിപാടീസ് പ്ലാൻ ചെയ്യാം. ഇന്നെന്തായാലും ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മുതലുള്ളത് ഇന്ന് എനിക്ക് പറ്റുന്ന ഒരു മൂവി കണ്ടാണുള്ളത്. നോക്കട്ടെ. എൻ്റെ പ്രെഡേറ്റർ ഇറങ്ങി. അപ്പം അത് കണ്ടിട്ട് ചില്ല് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. നാളെ മുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഫസ്റ്റ് ഡേ ഇസ് ചിൽ ഡേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എയർബിഎൻബിയുടെ വിശേഷം കാണിച്ചു തരാം. അത് ഞാൻ സ്ഥലത്തെത്തട്ടെ. നല്ല അടിപൊളി ക്ലീൻ, അത്യാവശ്യം ക്ലീൻ ആണ് കേട്ടോ. പക്ഷേ എയർപോർട്ട് സൈഡൊക്കെ നല്ല നീറ്റ് ആൻഡ് നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൂപ്പർ, വെരി നൈസ്. ശരി ഗൈസ്, നമുക്ക് കോഫി ഷോപ്പ് വെച്ച് കാണാം. റൈറ്റ് ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുകയാണ്. സ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ്സ് നൈസ്. ഇനി ഒരു മണി വരെ ഞാൻ ഇവിടെ തന്നെ കാണും ഗൈസ്. എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ബിക്കോസ് ചെക്ക് ഇൻ ടൈം 1 മണിയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് എന്തോളൂ ഈ ഒരു കോഫി ഷോപ്പ്. സോ ഐ തോട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പതുക്കെ പറയാമെന്ന് പറഞ്ഞത് ഇവിടെ എല്ലാ ആൾക്കാരും ഭയങ്കര സൈലൻറ്റ് സ്ഥലങ്ങളാണ്. രാവിലെ തുറന്നേ ഉള്ളൂ പോകുന്നു. പിന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാനൊന്ന് ഇത്രയ്ക്ക് സൈലൻ്റായിട്ട് സംസാരിക്കുന്നത്. മൈക്ക് വെച്ചേക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും കോഫി ആയിട്ട് ഞാൻ വിയറ്റ്നാമീസ് ഹോട്ട് കോഫി കണ്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കോഫി എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെ ബ്രെയിൻ അടിച്ചു പോകും. നല്ല പെർസെൻറ്റേജ് ഉണ്ട് കോഫിയുടെ. ഇതാണ് കോഫി ഷോപ്പ്. ഞാനും എൻ്റെ പെട്ടിയും. അതാണ് കടയുടെ പേര്. സ്ലേ കോഫി ബാർ അങ്ങനെ എന്തോ. കൊള്ളാം, രസമുണ്ട്. നല്ല ആംബിയൻസ്. അതേതോ എന്തോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ സംഭവം. അതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി. ലെറ്റ്സ് സീ ഗൈസ്. കോഫി ആയിട്ട് കുടിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. എടുത്തോട്ടെ. ഇതാണ് എൻ്റെ കോഫി. വിയറ്റ്നാമീസ് കോഫിയാണ്. ഞാൻ ഹോട്ടാണ് വിയറ്റ്നാമീസ് കോഫി. എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയോട്ടെ ഒരു മിനിറ്റ്. ലെറ്റ് മീ ട്രൈ. പൊളി. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. പഞ്ചസാര ഇടേണ്ട ആവശ്യം പോലുമില്ല. ഇൻറ്റൻസ് ഫ്ലേവർ ഉണ്ട് ഗൈസ് കോഫിയുടെ. ഇറ്റ്സ് റിയലി ഗുഡ്, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഒരു വന്ന ഫസ്റ്റ് കുടിക്കുന്ന കോഫി തന്നെ അടിപൊളി, നല്ല സ്ട്രോങ് സാധനം.
യം നൈസ് ഗൈസ്, കൊള്ളാം, നല്ല കോഫി. കുടിച്ചിട്ട് വരാം. പഞ്ചസാരയൊന്നും ഇടാൻ ആവശ്യമില്ല, ചെറിയ നാച്ചുറൽ ചെറിയൊരു സ്വീറ്റ്നർ, എനിക്കൊന്ന് കണ്ടൻസ് മിൽക്കാണെന്ന് തോന്നുന്നു, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, നൈസ്, നല്ല നല്ല കോഫിയുടെ ഫ്ലേവർ. ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ തപ്പിയപ്പോൾ എനിക്ക് ഇത് മാത്രമേ ഈ ഒരു ഏരിയയിൽ തുറന്നിട്ടുള്ളൂ, ഓപ്പൺ. ഇവിടെ നിന്ന് ഇനി നേരെ എന്താ പറയുക, ഞാൻ മറ്റേ ബുക്ക് ചെയ്തേക്കുന്ന Airbnb പോകണം. അവിടെ എനിക്ക് തോന്നുന്നു 1 മണിക്കാന്ന് തോന്നുന്നു ചെക്ക് ഇൻ തുടങ്ങുന്നത്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം ഗൈസ്. അതൊരിക്കലും കഴിച്ചില്ല, ഫ്ലൈറ്റിൽ നിന്ന് സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാനിങ്ങനെ ബാംഗ്ലൂർ സംഭവം Day 1 Day 2 എന്നുള്ള രീതിയിൽ ഇടുമായിരിക്കും, പക്ഷേ അത് നാട്ടിൽ വന്നിട്ടായിരിക്കും. അപ്പോൾ അതുവരെ യാസുറുമായിട്ട് ഫുഡ് ബ്ലോഗ് ലൈക്ക് എക്സ്പ്ലോർ ചെയ്ത് നടന്നതിൻ്റെ സാധനം 3 പാർട്ടായിട്ട് ഇടുന്നുണ്ട് ഗൈസ്. അപ്പം അത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് മിക്കവാറും ഇത് വരുമ്പോഴേക്കും. സോ ഇത് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും എഡിറ്റ് ചെയ്ത് ഇടുന്നത്, മനസ്സിലായി. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്നും വലിയ പിടിയില്ല. ബിക്കോസ് ഒട്ടും പ്ലാൻഡ് അല്ലാതെയാണ് വന്നേക്കുന്നത് ബാംഗ്ലൂർ. ആരെയൊക്കെ കാണുമെന്നോ ഫ്രണ്ട്സിനെ എത്തുമെന്നോ ആരും ഞാൻ പറഞ്ഞിട്ടുമില്ല. നേരെ വന്നു, ലാൻഡ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നോക്കാം ഗൈസ്. ഒത്തിരി ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സോളോ എക്സ്പ്ലോറേഷനാണ് എൻ്റെ പ്ലാൻ. അത് ഈ സിറ്റി എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയണമല്ലോ. അത് കഴിഞ്ഞിട്ട് കട്ട ട്രാവലർ മോഡിൽ ഞാൻ ഒരിക്കൽ കൂടെ വരും ഗൈസ്. സോ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കട്ടെ. അതുവരെ ബൈ. ഹലോ ഗൈസ്, ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. ഓൺലൈനിൽ കണ്ട് ഞാൻ എടുത്തതാണ് Airbnb. അതിൽ സത്യം പിന്നെ ഹോള്, ബെഡ്റൂം എല്ലാം ഉണ്ടായിരുന്നു. അവസാനം ഇവിടെ വന്നപ്പോൾ അതെല്ലാം ബുക്ക്ഡ് ഒന്നും തന്നെ. സ്ഥിരം ഉടായ്പാണ് ഗൈസ് ബാംഗ്ലൂർ. ഈ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും ഉടായ്പെട്ടിരുന്നു. അവസാനം നമുക്ക് കിട്ടിയ റൂം കാണിച്ചു തരാൻ ഗൈസ്. ആകെ ഇത്രയേ ഉള്ളൂ, ഒരു ബെഡ്, ഒരു അടുക്കള, ഒരു ബാത്റൂം. അയ്യോ, എല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. ഇത്ര ഒരു ചെറിയ പെട്ടി പോലെ പെൻറ്റ് ഹൗസ് എന്ന് പേര് ഓൺലൈനിൽ. എന്തായാലും കൊച്ച് ചെറിയൊരു മൂട്ട സെറ്റപ്പാണ് ഗൈസ്. അമ്മേ സീൻ. ബെഡ്, ചെറിയൊരു മൂട്ട ബെഡ്. പരസ്യത്തിൽ കാണിക്കുന്നതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. എന്തായാലും ഗൈസ്, ഞാൻ മിക്കവാറും നാളെ തന്നെ വേറെ എല്ലാ സ്ഥലത്തോട്ടും മാറും. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടി വരും കുറച്ച് 2 ദിവസത്തേക്ക്. സീനില്ല, നോക്കാം. എന്തായാലും പറഞ്ഞ് പറ്റിച്ച പോലെ ആയിപ്പോയി ഗൈസ്. ഓൺലൈനിൽ ഒരു ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ വൻ സെറ്റപ്പാന്ന് വിചാരിക്കും. സെയിം റേറ്റ് തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഈ റൂമെങ്കിലും കിട്ടിയതെന്തോ ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ റൂമിനെ അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. എനിവേസ് നോക്കാം ഗൈസ്, അഡ്ജസ്റ്റ് മാടി ഗൈസ്. ആ ചെറിയ മുറിയിൽ നിന്ന് ഞാൻ വലിയ അണ്ടകടാഹം പോലത്തെ മുറിയെടുത്ത് ഫാമിലി റൂമൊന്നും തന്നെ ബുക്ക് ചെയ്തത്. ഇവിടെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഇത് 2 ബെഡ്റൂം ഗൈസ്. എൻ്റെ ഒരു കാര്യം, ഇതെല്ലാം ഓൺലൈനിൽ കോപ്പ് ഞാൻ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ്. അവിടെ ആണെങ്കിൽ ഏറ്റവും ചെറിയ മുറിയാണ് ഞാൻ എടുത്തത്. ഞാൻ അതിൽ കാണിച്ചേക്കുന്ന റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടകടാഹ റൂമാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് അവന്മാർ തേച്ചിട്ട് അവന്മാർ ചെറിയ ഏറ്റവും മുകളിലൊരു കുടുസ് മുറി തന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച എന്തിന് ഇത്രയും കഷ്ടപ്പെടണം, അത് ബെഡും അല്ലടേ, ഒരുമാതിരി സോഫ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, അടുത്ത മുറി നോക്കാൻ തന്നെ. എനിക്കാണെങ്കിൽ മനസ്സിലാവണം ഈ സംഭവങ്ങൾ. സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഒരു തിക്കിത്തിരിങ്ങിയ റോഡുകൾ. ഞാൻ മറ്റേ എക്സ്റ്റീരിയർ ബാംഗ്ലൂരിലോട്ട് ആദ്യം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അയ്യോ, പണി കിട്ടി ഗൈസ്. എല്ലാം ഒരുമാതിരി മറ്റേ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ബിൽഡിംഗ് പോലത്തെ സംഭവം. ഇതിപ്പോൾ നോക്കിയാൽ 2 ബെഡ്റൂം, ഒരാൾക്ക് താമസിക്കാൻ. ഞാൻ ഇന്നിവിടെ ഓടിക്കളിക്കും. പക്ഷേ വലിയ വിലയൊന്നുമില്ല കേട്ടോ, വലിയ പ്രൈസ് ഇല്ല. 2 നൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണെന്നാണ് ഞാൻ നോക്കട്ടെ. എന്താ 2 ദിവസത്തേക്ക് ഈ ഒരു അണ്ടകടാഹം പോലത്തെ റൂമിലായിരിക്കും ഞാൻ. ഇത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ സിറ്റിയിലോട്ട് പോയി നല്ല വല്ല റൂം എടുക്കാൻ കഴിയും. എന്തായാലും നാളെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്താ പറയുക, ഈ ഏരിയയൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്ട്രീറ്റ് വൈബുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉണ്ടാകും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാംഗ്ലൂർ ഞാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നാളെ മുതൽ കറക്കം തുടങ്ങുകയാണ്. ഫുഡ് അടിയും. ബൈ ഗൈസ്.